നമ്മൾ പാലിക്കേണ്ട ഒരു കാര്യമാണ് അവസാനത്തോളം ചെയ്യുക, അവസാനത്തോളം നിൽക്കുക എന്നുള്ളതായ കാര്യങ്ങൾ. നാം വളരെ അതിപ്രധാനമായിട്ട് അവസാനത്തോളം ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുവാനായിട്ട് കഴിയും. അതിൽ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ ഇന്ന് പകൽക്കാലം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ കാര്യം നാം ഇന്ന് വായിച്ചതായ വാക്യത്തിൽ പ്രകാരം കാണുന്നു. അതിന്റെ 2ാം ഭാഗം, എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവർ രക്ഷിക്കപ്പെടും. അപ്പോൾ നാം അവസാനത്തോളം ചെയ്യേണ്ട ഒന്നാമത്തെ ഒരു കാര്യമാണ് അവസാനത്തോളം സഹിച്ചു നിൽക്കുക എന്നുള്ളത്. നമുക്കറിയാം, ആ മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളൊക്കെ വായിച്ചു വരുമ്പോൾ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്നതായ ചില കാര്യങ്ങളും അവസാനം അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങൾ അങ്ങനെ എന്തൊക്കെയായിരിക്കും എന്നുള്ളതായ കാര്യങ്ങളൊക്കെ കർത്താവ് നമ്മോട് പറയാനിടയായിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അതിലെ 8-ാം വാക്യത്തിലൊക്കെ വായിക്കുന്നത് കാണാൻ കഴിയുന്ന ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും, അവിടെ ഭൂകമ്പവും ക്ഷാമവും ഒക്കെ ഉണ്ടാകും, യുദ്ധങ്ങളെ യുദ്ധശ്രുതികളെ കുറിച്ച് കേൾക്കുമെന്നൊക്കെയും അതിന് മുകളിലുള്ള ഭാഗങ്ങളിലൊക്കെയും പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് 8-ാമത്തെ വാക്യത്തിലൊക്കെ വരുമ്പോൾ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുകയും നിങ്ങളെ ന്യായാധിപ സംഘങ്ങളിൽ ഏൽപ്പിക്കുകയും പള്ളികൾ വെച്ച് തല്ലുകയും അങ്ങനെ ഉണ്ടാകുവാനുള്ള കാര്യങ്ങൾ, പീഡകൾ, വേദനകൾ, സങ്കടങ്ങൾ, പല ലക്ഷണങ്ങളൊക്കെയും പറഞ്ഞിട്ട് അതിന്റെ അവസാനം പറയുന്നതായ ഒരു കാര്യമാണ് എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പം അവസാനത്തോളം സഹിച്ചു നിൽക്കുക എന്ന് വെച്ചാൽ ചിലപ്പോൾ ഇതിന്റെ ഇടയിൽ നിന്ന് മാറിപ്പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആ അവസാനത്തോളം നിൽക്കുവാൻ കഴിയാതെ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് കർത്താവ് നമ്മെ ഉറപ്പിക്കാനായിട്ട് പറയണം, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവർക്ക് മാത്രമേ രക്ഷ പ്രാപിക്കാനായിട്ട് കഴിയുകയുള്ളൂ. സഹിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നാം പലവിധമായ കഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ പലപ്പോഴും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ പലപ്പോഴും പതറിപ്പോകുന്നതായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നാം ദൈവവചനത്തിൽ ദൈവം പറയുന്നതായ കർത്താവ് നമ്മോട് പറയുന്നതായ ആ വചനങ്ങളെ നാം വിശ്വസിച്ചുകൊണ്ട് ഈ പ്രതിസന്ധികളും ഈ പീഡകളും ഈ പ്രതികൂലങ്ങളും ഒക്കെയും നമ്മുടെ ജീവിതത്തിൽ വരുവാനുള്ളത് തന്നെയാണ്. ഇതൊക്കെയും കർത്താവ് നമ്മോട് മുൻപ് കൂട്ടി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ സാഹചര്യങ്ങൾ നാം ഈ കാലഘട്ടം നോക്കിയാലും അപ്രകാരം തന്നെയാണ്. ഈ കാലഘട്ടം എന്ന് പറയുന്നത് കർത്താവിന്റെ വരേണ്ടതായ ലക്ഷണങ്ങൾ ഏറ്റവും അധികമായി നാം കാണുന്നതായ ദിനങ്ങളാണ്. നമ്മൾ നോക്കുമ്പോൾ എവിടെ നോക്കിയാലും ഭൂകമ്പവും യുദ്ധവും ക്ഷാമവും ഇതൊക്കെ തന്നെയാണ് നമുക്ക് കേൾക്കാനുള്ളത്. പകർച്ചവ്യാധികളും ഒക്കെ നമ്മൾ കഴിഞ്ഞ നാളുകളൊന്നും കേട്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത പല കാര്യങ്ങളും ഈ നാളുകളിൽ സംഭവിക്കുമ്പോൾ നാം കർത്താവിന്റെ വചനം, കർത്താവ് പറഞ്ഞതായ വാക്ക് നാം നമ്മുടെ ജീവിതത്തിൽ അതിൽ ആശ്രയിക്കുവാൻ, ദൈവത്തിൽ ആശ്രയിക്കാൻ നമുക്ക് കഴിയണം. അവസാനത്തോളം സഹിച്ചു നിൽക്കുവാൻ നമുക്കിടയായി തീരണം. സഹനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സഹിച്ചു നിൽക്കുക എന്ന് പറയുന്നത് ഒരു ആത്മീയന്റെ ലക്ഷണമാണ് സഹിക്കുക എന്നുള്ളത്. നമുക്കറിയാം, നമുക്ക് വളരെ പരിചിതനായ ഒരു വ്യക്തിയാണ് ഇയ്യോബ്. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം വായിക്കും. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 11-ാമത്തെ വാക്യം. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇയ്യോബിന്റെ സഹിഷ്ണുതയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇയ്യോബ് സഹിച്ചതായ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇയ്യോബിന്റെ പുസ്തകത്തിൽ നമുക്ക് വായിക്കുമ്പോൾ ഇയ്യോബ് നേരിട്ടതുപോലെ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒന്നും ഈ ലോകത്തിൽ ആർക്കും നേരിട്ടിട്ടുണ്ടായില്ല. നമ്മുടെ ജീവിതത്തിലൊന്നും അപ്രകാരമുള്ള കഷ്ടതകളൊന്നും കടന്നിട്ടില്ല. പക്ഷെ തന്റെ ജീവിതത്തിൽ നേരിട്ടതായ പ്രതികൂല സാഹചര്യങ്ങൾ, കഷ്ടതകൾ, അതുപോലെ തന്റെ ജീവിതത്തിൽ നഷ്ടമായത് എന്തെല്ലാം നഷ്ടമായി, സമ്പത്ത്, ആടുമാടുകള്, ദാസീദാസന്മാരെ, മക്കള്, പിന്നെ തന്റെ ശരീരം പോലും വ്രണങ്ങളാൽ ബാധിക്കപ്പെട്ട് ഒത്തിരി പ്രയാസങ്ങൾ യോബിന്റെ ജീവിതത്തിൽ കടന്നു വന്നു. തനിക്ക് ഏറ്റവും സഹായമായി നിൽക്കുമെന്ന് കരുതിയ എന്റെ ഭാര്യ പോലും തന്നോട് പറഞ്ഞു, നിന്റെ വിശ്വാസം തള്ളിക്കളഞ്ഞ് മരിച്ചു കളകാം. എന്നിട്ടും യോബ് തനിക്ക് നേരിട്ടതായ ഒന്നിലും ദൈവത്തെ കുറ്റപ്പെടുത്തുകയോ ഒന്നും ചെയ്യാതെ ദൈവസന്നിധിയിൽ എല്ലാം സഹിച്ചു നിൽക്കുവാനിടയായിരുന്നു. അതുകൊണ്ടാണ് യാക്കോബ് ലേഖനം എഴുതുമ്പോൾ എടുത്തു പറഞ്ഞിരിക്കുന്നത് എന്താണ്? യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ട് കർത്താവ് വലിയ അവസാനം കണ്ടുപിടിക്കുന്നു. യോബ് സഹിച്ചു നിന്നതിനൊക്കെ, അല്ലെങ്കിൽ യോബ് വിശ്വാസത്തോടെ തന്റെ ആ വിശ്വാസം കൈവിടാതെ ഉറച്ചു നിന്നത് കൊണ്ട് തന്റെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ടതായ അവസാനം, യോബിന്റെ അവസാനം നമുക്കറിയാം. യോബ് എന്തൊക്കെ നഷ്ടങ്ങൾ സഹിച്ചു അതിലെല്ലാത്തിനും ഇരട്ടിയായി ദൈവം യോബിനെ മടക്കി കൊടുക്കുവാനായിട്ടിടയായി.
അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പലവിധമായ പ്രയാസങ്ങളും കഷ്ടങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ കടന്നു വരാം. എന്നാൽ അതിന്റെ എല്ലാ നടുവിൽ നമ്മൾ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞാൽ, സഹിച്ചു നിൽക്കുവാൻ കഴിഞ്ഞാൽ നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് നന്മകൾ പ്രാപിക്കാൻ കഴിയും. ഇപ്രകാരം നമുക്ക് മറ്റൊരു ഭാഗം വായിക്കാൻ കഴിയുന്നു, സഹിച്ചാൽ കൂടെ വാഴുവാൻ കഴിയുമെന്ന്. അപ്പൊ നാം കുറച്ച് കാര്യങ്ങളുടെ നാം വിശ്വാസ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ സഹിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അപ്രകാരം നമുക്ക് നേരിടുന്ന ഏത് പ്രതിസന്ധിയുടെ നടുവിലും തളർന്നു പോകാതെ സഹിച്ചു നിൽപ്പാനുള്ള കൃപയ്ക്കായി ദൈവസന്നിധി യാചിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതുപോലെ രണ്ടാമതായി നാം ചിന്തിക്കുമ്പോൾ എബ്രായ ലേഖനം 3-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം, എബ്രായ ലേഖനം 3-ാം അധ്യായം 14-ാമത്തെ വാക്യം. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കണം. അപ്പൊ നമ്മൾ ആദ്യം ചിന്തിച്ചത് അവസാനത്തോളം നമ്മൾ സഹിച്ചു നിൽക്കണം. ഇവിടെ അതുപോലെ തന്നെ വളരെ പ്രധാനമായ ഒരു കാര്യമാണ് ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കുക എന്നുള്ളത്. നമുക്കറിയാം, നാം കർത്താവിനെ അറിഞ്ഞ സമയങ്ങളുടെ വിശ്വാസം, പലപ്പോഴും ആ വിശ്വാസമൊക്കെ കുറച്ച് നാളുകൾ അങ്ങോട്ട്, ആ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഭയങ്കര വിശ്വാസമാണ്, എല്ലാത്തിനും വിശ്വാസമാണ്. എന്ത് കാര്യം പറഞ്ഞാലും കർത്താവിലുള്ള വിശ്വാസം നമുക്ക് മുറിയും. പക്ഷെ കുറച്ച് കാലങ്ങൾ അങ്ങോട്ട് കഴിയുമ്പോൾ നമ്മുടെ വിശ്വാസം കുറച്ച് ചോർന്ന് പോകുന്ന അനുഭവം ഞാൻ ഉൾപ്പെടെ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ അപ്രകാരമുള്ള അവസ്ഥകളൊക്കെ കടന്നു വരാറുണ്ട്. പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ വിശ്വാസത്തോടെ ഇരിക്കും, പക്ഷെ അതൊന്നും അങ്ങനെ നടക്കാതെ വരുമ്പോൾ, ഇപ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കേട്ട ഒരു കാര്യം അങ്ങനെ സംഭവിക്കും, അത് നമ്മൾ ചിലപ്പോൾ പലതും അങ്ങ് വിശ്വസിച്ചിരിക്കും. പക്ഷെ അതൊന്നും സാധിക്കാതെ വരുമ്പോൾ പലപ്പോഴും നമ്മുടെ വിശ്വാസം ചിലപ്പോൾ ഒരു അവിശ്വാസം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. പക്ഷെ പിന്നീട് അത് നമ്മുടെ ജീവിതത്തിൽ അതിലൊന്ന് അവിശ്വാസത്തിൽ നമ്മളങ്ങ് മാറിപ്പോവുകയല്ലോ. പലപ്പോഴും ദൈവം അതിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നമ്മെ ആ ഒരു വിശ്വാസത്തിന്റെ ഒരു തലത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ലേഖനകർത്താവ് പറയുന്നത് നമ്മുടെ വിശ്വാസം, നമ്മൾ